നമ്മുടെ ഡേ 4 ആണ്. കറക്റ്റ് കരിവാളിച്ച ആകെ മണിയായി. അപ്പോൾ നമ്മളിപ്പോൾ വാരണാസിയിൽ നമ്മൾ ഏകദേശം പോകാനായി. നമ്മൾ പോകുന്നത് നേരെ ഇനി ആഗ്രയിലേക്കാണ്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളും കൺഫേം അല്ലാതെ നമ്മൾ ബസ് ബുക്ക് ചെയ്തു. വാരണാസി ടു ആഗ്ര ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ്സാണ് ഇപ്പോൾ കിടക്കുന്നത്. ഗോള എന്നാണ് ബസ്സിൻ്റെ പേര്. കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മടക്ക യാത്രയിൽ ആഗ്രയിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ്. വാരണാസിയിൽ നിന്നുള്ള ട്രിപ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് ആഗ്രയിലേക്ക്. അപ്പോൾ നമ്പ് പുറകിൽ ഇരിപ്പുണ്ട്, ഞാനും നന്ദു അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് സൈഡ് ആയിരിക്കില്ല കേട്ടോ, സൈഡല്ല. അപ്പോൾ എന്താ സൈഡല്ലേ? സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈസറി ഒരു ബസ്സാണ്. രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് വിടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെല്ലെ വാരണാസിയിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ആഗ്രയുടെ മണ്ണിൽ, അതായത് ഡൽഹിയുടെ മണ്ണിലേക്ക് നമ്മൾ പോവാണ്. അതായത് ആന്ധ്രയുടെ എൻഡാണ് നമ്മുടെ ആഗ്ര എന്ന സ്ഥലം. നമ്മുടെ മുംതാസിലെ ഷാജഹാൻ്റെ നാട്ടിലേക്ക് പോവാണ് നമ്മളിപ്പോൾ. സമയം ഏകദേശം ഒരു 5-6 മണി, അല്ല 5:45-6 മണി ആ ടൈമായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 5:30 അവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നഴ്സറീസ് അല്ലേ വേഗത്തുവരിക്കും. എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ കേസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡാക്കിയേക്കാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ചെറുക്കൻ്റെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. 6ാമത്തെ ദിവസമാണ് നമ്മുടെ ഇന്ന്. നമ്മളിന്ന് എവിടെയുള്ളതെന്ന് വെച്ചാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര ടയർഡായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ പോകുന്നത് താജ്മഹലിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുറേ വർഷങ്ങളായി, ഞാൻ 9 പഠിക്കുന്ന സമയത്ത് വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, നമ്മുടെ മുംതാസിനെ ഷാജഹാനെ താജ്മഹൽ ഒന്ന് കണ്ടിട്ട് പോരാം. രാവിലെ എല്ലാവരും കുളിച്ചൊരുങ്ങി പല്ല് കേൾക്കാണ്ട് എന്നും ഇറങ്ങിയിട്ടുണ്ട്. ഡേ 3 പല്ല് കേൾക്കാത്ത ആരെ. അപ്പം അങ്ങനെ രാവിലത്തെ ഉറക്കക്ഷീണം. ഇന്നലെ എന്താണ് എൻ്റെ പേര്, ഗോളയോ? ഗോളയിൽ വന്നിട്ട് നടുവെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. മെല്ലെ വന്നോണ്ടേ നടുവൊക്കെ പൊളിഞ്ഞൊടുക്കി. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. 3 ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 50 രൂപയാണ് അതൊക്കെ ഫെയർ ചെയ്യുന്നത്. നമ്മൾ നല്ല നടക്കുകയാണ്. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അകത്തുനിന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീസ് കീപ് ഡിസ്റ്റൻസ് ഫോർ മങ്കീസ്. മങ്കി നമ്മളെ പിടിച്ച് തിന്നെന്നാണ് പറയുന്നത് ഗൈസ്. മങ്കീൻ്റെ മുമ്പിൽ ക്യാപ്പ് ഫില്ല് നിന്നില്ലെങ്കിൽ മങ്കി നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും താജ്മഹലിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാജഹാൻ മുംതാസിന് വേണ്ടി കഴിപ്പിച്ച നമ്മുടെ താജ്മഹലിലേക്കാണ് നമ്മുടെ നടത്തം. ആ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, അതാണ് നമ്മുടെ താജ്മഹൽ. അതാ അപ്പുറത്ത്. നമ്മൾ ഇതിനുള്ളിൽ കൂടെ കയറി ചെല്ലണം. രാവിലെ വരാൻ തന്നെ കയറണം. ഒന്നുമില്ല, നല്ല വെയിലായിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയാണ്. നമ്മൾ താജ്മഹലിലേക്ക് കിടക്കുന്ന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ്. ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ റീൽസിനും കാര്യങ്ങളൊക്കെ കണ്ട ആ കവാടം. കാരണം ഇവിടെ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ സെൻറ്റർ കഴിയുമ്പോഴേ നമുക്ക് നല്ല വെയിലത്ത് കേട്ടോ. ആ സെൻറ്റർ കഴിയുമ്പോഴേ ആ ബ്രൈറ്റ്നെസ്, ആ നമ്മുടെ ഇത് കണ്ടോ ഇപ്പോൾ കാണാൻ ശരിക്കും നല്ല വെയിലത്താണെങ്കിൽ താജ്മഹൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണത്തില്ല. ഇതുണ്ടല്ലേ, മൊത്തം ഒരു പെയിൻറ്റ് ചെയ്തല്ല, മൊത്തം സ്റ്റോൺ വർക്കാണെന്നാണ് നമ്മുടെ തൊട്ടപ്പുറത്തുനിന്ന് ചേട്ടൻ പറയുന്നത് കേട്ടത്. അപ്പോൾ നമ്മൾ മെല്ലെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്.
Yeah, very good. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ. ഇപ്പോൾ എല്ലാവരും നേരത്തെ ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദും പുറകിലൊക്കെ ഉണ്ട്. ഇവിടെ റംബു നടക്കുന്നുണ്ട്. ഒരേ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വിസ്മയം ഇവിടെ സൈഡിൽ സെറ്റായിട്ടുണ്ട്. വേറെ ലെവലായിട്ടുണ്ട്. എന്തോ പറഞ്ഞു അമ്മകളെന്തോ പറഞ്ഞിട്ട്. നമ്മുടെ താജ്മഹലിൻ്റെ 4 ഭാഗവും ഏകദേശം എന്നല്ല പക്കാ സെയിമാണ് 4 ഭാഗം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞത് കയറി വരുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പോർഷനാണിത്. നമ്മുടെ പുറകിലായിട്ട് ഈ ഭാഗത്തായിട്ട് യമുന നദി ഒഴുകുന്നുണ്ട്. ഇതാണ് വേറൊരു കവാടം. ഇതെന്ന് എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഗേറ്റ് ഓപ്പൺ അല്ല. നല്ല തൊട്ട് സൈഡിലായിട്ട് കാണുന്ന യമുന നദീൻ്റെ അടുത്ത് തീരത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പുതിയതായിട്ട് സ്ഥാപിച്ചെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ യമുന നദി. താഴേക്കുള്ളൊരു 100 വേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അത് ഇതിലേക്ക് മിക്കവാറും താഴേക്കുള്ള വഴിയായിരിക്കും, പുഴയിലേക്ക് ഇറങ്ങാനുള്ള. അയ്യവ അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. ഗോവയിലെത്തിയിട്ട് കാണാം. നല്ല തിരക്കാണ്. നല്ല വെയിലുമാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഗോവയിലെത്തി കാണാം. നമ്മുടെ 7ാമത്തെ ദിവസം ട്രെയിനിലും വാരണാസിയിൽ നമ്മൾ നേരെ ആഗ്രയിൽ പോയി. ആഗ്രയിൽ നമ്മൾ നേരെ ട്രെയിൻ കയറി നമ്മളിപ്പോൾ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാളെ രാവിലെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്താമെന്ന് പറയുന്നത് മഡ്ഗോവയിൽ. അപ്പോൾ നല്ല തിരക്കാണ് ട്രെയിനിൽ. അതാണ് എൻ്റെ വീഡിയോയിലൊന്നും വരാണ്ടിരുന്നത്. അപ്പോൾ റംബു ഞാനൊക്കെ കണ്ട മോൻ കണ്ടാറില്ലേ ക്ഷീണം കണ്ടിട്ട് മൂത്ത്. ഇത്ര ദിവസം വെയിലത്തും നല്ല അടിപൊളി ഫുഡ് ആയിരുന്നില്ലേ ഇത്ര ദിവസം ഫുഡ്, രക്ഷയില്ലാത്ത ഫുഡ്. അപ്പോൾ എന്താക്കുക, നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ കോലൊക്കെ ആകെ മാറി കാല് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ 8ാമത്തെ ദിവസമാണ് നമ്മുടെ
നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മഡ്ഗോണിൻ്റെ മണ്ണിലേക്ക് എത്താൻ ഏകദേശം ഒരു അരമണിക്കൂറും കൂടി നിന്നാൽ മഡ്ഗോണിൻ്റെ മണ്ണിലെത്തും എന്നാണ് നമ്മൾ ട്രെയിൻ പറയുന്നത്. പക്ഷേ ആശാണ് ഈ പിടിച്ചിട്ടാണ് പോകുന്നത്. നല്ല മഴയാണ് രാവിലെ തന്നെ, അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത് വാട്ടർ ലീക്കായതല്ല, നല്ല മഴവെള്ളമാണ്. നല്ലൊരു മഴ പെയ്ത് പോയതാണ്. ഇപ്പോൾ നല്ലൊരു മഴ പെയ്ത് പോയതാണ്. ഒരാൾ തന്നെ ഒരു വ്യൂ തപ്പിലിറങ്ങിയാണ്. ഇപ്പോൾ നമുക്ക് മഡ്ഗോൺ എത്തിരി കാണാം കേട്ടോ. ട്രെയിനിലൊക്കെ വീഡിയോ എടുക്കേണ്ടത് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, വയ്യാലും നല്ല കുറച്ച് നേരം ഉറങ്ങിയത് തന്നെ ഏകദേശം ഒരു 11 മണി 12 മണി ആയി. അപ്പോൾ നമ്മൾ ഏകദേശം 5 മണി ആയിട്ടുള്ളൂ. സ്റ്റേഷൻ ഇല്ല, മഴയൊക്കെ പെയ്ത് ഫുള്ള് വെള്ളം കയറി കിടക്കുന്നുണ്ടോ. അവിടെ ഇവിടെ അടിപൊളിയാണ്. അത് നമ്മൾ മഡ്ഗോണിൽ എത്തിയിട്ടുണ്ട്. ടാക്സി എന്തെങ്കിലും കിട്ടാൻ നോക്കട്ടെ. ടാക്സി ഉണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര ഫൈറ്റാണ്. നമ്മൾ പറ്റിക്കാത്ത ആരെയും കിട്ടണം. അപ്പോൾ നമ്മൾ മഡ്ഗോവ് എത്തി ഇറങ്ങി നമ്മുടെ മഴ നമ്മളെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബഗയിലേക്ക്. അപ്പോൾ നല്ല മഴയാണ്. ഇവിടെ ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞത്, ഒന്നും കാണുന്നില്ല. ശരിക്കും പറഞ്ഞിട്ട് ഒന്നും കാണാത്ത രീതിയിലാണ് മഴ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂം എടുത്ത് 2 ദിവസം റെസ്റ്റ് എടുക്കാം. ഇത്ര ദിവസം ഓട്ടമല്ലായിരുന്നു, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാറുണ്ട്. ഗോവയിലായിക്കോട്ടെ റെസ്റ്റിങ്. അപ്പോൾ നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ബഗ ബീച്ചിനടുത്ത് എത്തി. അപ്പോൾ നമ്മൾ രാവിലെ വന്നതെന്ന് വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളൊന്ന് ഇവിടുത്തെ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് നേരെ ഫുഡ് കഴിക്കണം. അപ്പോൾ 2-3 റമ്പും ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്, ഹോട്ടലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോകണം. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നുണ്ട്. വന്നിട്ട് കുളിച്ചിട്ടൊന്നുമില്ല. റൂം എടുത്തു ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നു. ഒന്ന് ഫ്രഷപ്പ് നല്ല കഴിഞ്ഞ് കുളിച്ചിട്ടില്ല. കുളിക്കാൻ പോയിട്ട് കുളിക്കണം. അതാണ് ഈ കോലം. കുളിച്ച് ഞാൻ പിന്നെ സെറ്റാവും. കുളിച്ച് ഞാൻ ലെവലായിരിക്കും, അറിയാലോ. കുളിച്ചിട്ടും സെറ്റായിട്ട് നേരെ ഒന്ന് മഴയില്ല എന്നാണെങ്കിൽ നേരെ ഒന്ന് ബീച്ചിലൊന്ന് പോയി ഒന്ന് റൗണ്ട്സൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചൊന്ന് വന്ന് കുറച്ച് നേരം കിടന്നിറങ്ങി രാത്രി വീണ്ടും ഇറങ്ങി. അതാണ് പ്ലാൻ. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്. എനിക്ക് രാവിലെ തന്നെ കാലിലിപ്പോൾ ചെറിയൊരു പണി കിട്ടി. ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടില്ലേ, ഇതുണ്ടല്ലേ, ഒന്നുമില്ല. ഒരു കമ്പനിക്കുള്ളിൽ ചെറിയൊരു കുഴി പോയി ചടിയതാണ്. കാല് മുറിഞ്ഞു. വെയിറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല വേദനയുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു ബിരിയാണിയും കൂടെ വാങ്ങിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വന്നു വെച്ചു. ഇതാണ് ഞാൻ വീണ കുഴി. ഇതിലാണ് എൻ്റെ കാല് പോയി. കാല് ഇങ്ങനെ മുറിഞ്ഞത്. നന്ദു നേരെ വൈൻ ഷോപ്പ് കണ്ടപ്പോൾ ഓടുകയാണ്. നമ്മുടെ റൂമിൻ്റെ അടുത്താണ് ഈ വൈൻ ഷോപ്പ്. വശനത വൈൻ ഷോപ്പിലേക്ക് ഓടി കയറുന്നുണ്ട്. എന്താണ് എടുക്കാൻ പോകണമെന്നറിയില്ല. എടുക്കാനുള്ള ടെൻഡൻസിയാണ്. ആരും മദ്യപിക്കാൻ നിൽക്കരുത്. നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്. ഇവിടെ വരുന്ന എന്താ പറയുക, എല്ലാവർക്കും അറിയാലോ. ഇവരൊക്കെ തന്നെയല്ലേ എല്ലാവരും വരുന്നത്. ഇത് പ്രമോഷൻ അല്ല, ജസ്റ്റ് ഗോവയിൽ വന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. നമ്മൾ തിരിച്ചു കൊടുക്കും. നമ്മൾ മദ്യപാനല്ല ഇല്ലടാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വൈൻ ഷോപ്പ്. പെട്രോൾ അവൈലബിൾ ഇല്ല. പെട്രോളും കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ബൈക്കിൻ്റെ ആളെ കിട്ടുന്നുണ്ടായില്ല. നിങ്ങൾ വിചാരിക്കും വലിയ കുപ്പിയാണ്. ഇതൊക്കെ ബ്ലാക്ക് ലേബിളിൻ്റെ കുഞ്ഞി സാമ്പിൾ പാക്കാണ്. ഇത് ചെറിയ ബ്ലാക്ക് ലേബിളാണ്. ഇതിന് ഏകദേശം 225 രൂപ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെ കുഞ്ഞു സാധനങ്ങളുടെ സാമ്പിൾ ചെറിയ സാധനം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സെയിം റൂമിനെ എടുത്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നല്ല ബീച്ചിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആ ബാറിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേതാ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ വിഷ്വൽസിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിപ്പോയി തെല്ലടിച്ച് പോയിട്ട് നല്ല ഇറക്കാണ്. റംബും നന്ദു ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് കടൽ നേരെ കയറി ഇങ്ങ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പകലൊക്കെ നമുക്ക് കടൽ അങ്ങ് ദൂരെയായിരുന്നു.
മഴ ആയതുകൊണ്ട് ബീച്ച് എവിടം വരെ കയറി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഈ സമയത്ത് വന്ന സമയത്ത് കടൽ കണ്ടത് അങ്ങോട്ട് ഏകദേശം ഈ ഏരിയയിലായിരുന്നു കടൽ കയറി അടിച്ചോണ്ടിരുന്നത്. ഇവിടെ ഈ ഏരിയയിലായിട്ട് കടൽ അങ്ങ് എത്തി. നമ്മൾ ബഗാ ബീച്ചിലൂടെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. ശരിക്കും പറയാം ഇവിടെ രാത്രിയാണ് ഇവിടുത്തെ ബാറുകളും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസം. രാത്രിയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഫുള്ള് ചവറും ചപ്പായിട്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റായിരുന്നു പണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നല്ല നീറ്റായിരുന്നു. കാരണം ഇപ്പോൾ മഴ പെയ്തിട്ടാണ് ഇങ്ങനെ ഒരവസ്ഥയായത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാത്രി കാണുമ്പോൾ വല്ലാത്തൊരു ബ്യൂട്ടിയാണ് കാണാൻ. കുഴപ്പമില്ല, ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങായിരുന്നു, അങ്ങ് കയറി എത്തി. കാരണം ഈ മഴ കൊണ്ടാണ്, ഈ പ്രാവശ്യം നല്ലൊരു മഴയാണ്, അതുകൊണ്ടാണ് കടൽ ഇങ്ങ് കയറി എത്തിയത്. നമ്മളങ്ങനെ വീട്ടിൽ പെട്ടു ഗൈസ്. നല്ല അടിപൊളി മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നൈറ്റ് ലൈഫായിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷെ നടന്നു അടിപൊളി ആയിപ്പോയി. നല്ല മഴ. ഇതാണ് ഇവിടുത്തെ ബഗാ ബീച്ചിലെ നൈറ്റ് വ്യൂ. എന്തായാലും മഴയാണെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാതെ ചോദിച്ചു വരേണ്ട. പക്ഷേ നല്ല നൈസായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോൺ ഒരുപാട് നേരം പുറത്ത് വെച്ചത് വാട്ടർ പ്രൂഫ് അല്ലല്ലോ, അപ്പോൾ ഒന്നാണെങ്കിൽ അടിച്ചു പോകും ഗെയ്സ്. അപ്പോൾ പിന്നെ ഈ വിഷ്വൽസ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റില്ല. നൈറ്റ് ലൈഫ് വീണ്ടും രാത്രി ഇറങ്ങിയൊക്കെയാണ് ഗോവയിൽ. നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഗോവയിൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ നാളെ രാവിലെ ഏകദേശം 10-10:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഗോവ നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങിയൊക്കെയാണ്. ബഗാ ബീച്ച് തന്നെ നമ്മൾ ഇന്നുള്ളത്. പക്ഷേ ഇവിടുന്ന് പോകാൻ നമുക്ക് ചിലപ്പോൾ പോകുന്നില്ല. വേറെ ലെവൽ എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഗോവ. ശരിക്കും പറഞ്ഞാൽ വെറുതെ എന്താ പറയുക, ഡെയിലി പണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കൊരു 2 ദിവസം ലീവാക്കിയിട്ട് കുറച്ചും ചില്ലാവാൻ വേണ്ടി ഒന്നും കൂടി പോരും. ഗോവയിലൊക്കെ ഒന്ന് അടുത്ത് വിളിച്ച് പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ 10ാമത്തെ ദിവസമാണെന്ന്. നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10 ദിവസം ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ 12 മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മഡ്ഗോവ സ്റ്റേഷനിലാണ്. മഡ്ഗോവ സ്റ്റേഷനിലുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നമുക്ക് എന്താക്കാം നോക്കട്ടെ. ട്രെയിൻ തിരക്കാണെങ്കിൽ നമുക്ക് റിസർവേഷൻ കിട്ടിയില്ല. ടിക്കറ്റ് ഭയങ്കര ടൈമിൻ്റെ ഒരു ചെറിയ ഡിലേ ഉള്ളതുകൊണ്ട് റിസർവേഷൻ കിട്ടിയില്ല. അപ്പോൾ കയറിയിട്ട് പറ്റുകയാണെങ്കിൽ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം നോക്കട്ടെ, കയറിയിട്ട് ടൈമായിട്ട് കാണിക്കാം.
അപ്പോൾ നമ്മുടെ 12 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ 12 ദിവസത്തെ യാത്ര? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. തിരിച്ചു വരുന്ന ബാങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയായി. കട്ട പൈസ കൊടുത്തു തീർക്കാനുണ്ട്. ഇങ്ങോട്ട് കിട്ടാണ്, കുറച്ച് അങ്ങോട്ട് കൊടുക്കാണ്. ഞാൻ ബാങ്കിൽ 1 ലക്ഷത്തിന് ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്, കൊടുത്തു തീർക്കണമല്ലോ. ഒരു 12 ദിവസം യാത്ര പോയപ്പോൾ ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ യാത്ര നല്ല അടിപൊളിയായിരുന്നു. ഏകദേശം നല്ല 12 ദിവസം ശരിക്കും പറയാൻ പോയത് അറിഞ്ഞു. നല്ല ക്ഷീണമായിരുന്നു. ഞങ്ങൾ വന്നിട്ട് 88,000 രൂപേൻ്റെ അടുത്താണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ കോസ്റ്റ് വന്നത്. എൻ്റെ 36, അവിടെ 88, ഇവിടെ 36. ലോൺ അപ്പോൾ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു റംബൂന് എന്തൊക്കെയാണ് പറയാനുള്ളത്? അടിപൊളി. പക്ഷെ ബാങ്ക് ട്രൈ ചെയ്തിട്ടോ തിരിഞ്ഞു. നന്ദുന് എന്താ പറയാനുള്ളത്? ഇന്ത്യൻ റെയിൽവേസിനോട് അതെ, അയ്യോ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ടായിരുന്നു. അയാള് അതായത് മാതൃസ്നേഹിയാണ്. അയാൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തി. അതെ, എല്ലാ യാത്രക്കാരെയും പോകുന്ന വഴിയിൽ ആദ്യം കൈ കാണിച്ചാൽ നിർത്തി. വേറെ ട്രെയിന് പോകാൻ ഷെയറായി കൊടുത്തു. അപ്പൊ അയാളല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പിന്നല്ല സത്യം ഇന്ത്യൻ റെയിൽവേക്ക് മുത്താണ് നിസാമുദ്ദീൻ എക്സ്പ്രസ് നിസാമുദ്ദീൻ എക്സ്പ്രസ്. ഒരു അവാർഡ് കൊടുക്കാൻ പറഞ്ഞോ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമസ്കാരം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നന്ദു ഓടി തടിയെടുത്തു. അപ്പോൾ കാണാം. ബൈ.